ഇതൊരു യാത്രയാണ്, ദേവാലയങ്ങളിൽ നിന്നും ദേവാലയങ്ങളിലേക്ക്, ദേവാലയ മാഹാത്മ്യങ്ങളുടെ കാണാ കാഴ്ചകളിലൂടെ. പുഴയിലൂടെ ഒരു യാത്ര. വള്ളങ്ങളും ബോട്ടുകളും വഞ്ചികളും ഇരുകരകളിലെയും കാഴ്ചകളും കണ്ട് സഞ്ചരിക്കുന്നത് ഏതൊരു മനുഷ്യനും സന്തോഷം നൽകുന്നതാണ്. ഇത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ ദേശം. മുന്നിൽ കാണുന്നത് അഴീക്കൽ പാലം. തിരുവനന്തപുരം കോട്ടപ്പുറം TS കനാൽ ദേശീയ ജലപാതയിലൂടെയാണ് ഈ സഞ്ചാരം. കരമാർഗം കൊല്ലം ആലപ്പുഴ നാഷണൽ ഹൈവേ 66 ഓച്ചിറ അഴീക്കൽ റോഡ് വഴി 5 കിലോമീറ്റർ സഞ്ചരിച്ചാലും ഈ അഴീക്കൽ പ്രദേശത്തെത്താം. ഏതൊരു ദേശത്തിൻ്റെയും കാഴ്ച കൂടുതൽ മനോഹരമാക്കുന്നത് ആകാശക്കാഴ്ചയിലൂടെയാണ്. ആ ഭൂവിഭാഗത്തെ ഏറ്റവും വർണ്ണാഭമായി നമ്മുടെ മനസ്സിലേക്ക് ചേർത്ത് വിസ്മയകരമായ ഒരു അനുഭവമാക്കി മാറ്റുന്നതാണ് ഇത്തരം കാഴ്ചകൾ. പുഴയും കരയും വൃക്ഷലതാദികളും ഇഴപിരിഞ്ഞു നിൽക്കുന്ന കാഴ്ച നവ്യമായ ഒരു ആനന്ദമാണ് മനസ്സിന് നൽകുന്നത്. അങ്ങകലെ നീലാകാശം പോലെ കാണുന്നത് അറബിക്കടലാണ്. അഴീക്കൽ ദേശത്ത് ഒരു പ്രകാശ നക്ഷത്രം പോലെ തല ഉയർത്തി നിൽക്കുന്ന ഈ ദേവാലയത്തിൻ്റെ ചരിത്രമാണ് ഇന്ന് നാം തിരിച്ചറിയുന്നത്. സെന്റ് സെബാസ്റ്റ്യൻസ് റോമൻ കാത്തലിക് ചർച്ച്. കൊല്ലം രൂപതയിലെ അതിപുരാതനമായ ഒരു ദേവാലയമാണ് ഈ അഴീക്കൽ പള്ളി. നിലവിൽ നാം കാണുന്ന ഈ ദേവാലയം നിർമ്മാണത്തിൽ 5ാമത്തേതാണ്. സർവജനത്തോടും നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്നു പറഞ്ഞ ക്രിസ്തുനാഥൻ്റെ തിരുസ്വരൂപം മുഖവാരം മുകളിൽ. പോർച്ചുഗീസ് ശില്പ മാതൃകയിൽ നിർമ്മിച്ചിട്ടുള്ള ദേവാലയ മുഖപ്പിൻ്റെ ഇടതുവശം സ്തൂപത്തിൻ്റെ മുകൾ ഭാഗത്ത് വിശുദ്ധ മിഖായേൽ മാലാഖയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. താഴെ ദേവാലയത്തിൻ്റെ സ്വർഗീയ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്ത്യാനോസ് സഹദ. വിളിച്ചാൽ വിളി കേൾക്കുന്ന അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ പാതുവായിലെ വിശുദ്ധ അന്തോണീസിന്റെ തിരുസ്വരൂപം വലതുവിങ്ങിൽ താഴെയും. മുകളിൽ വിശുദ്ധ റാഫേൽ മാലാഖയുടെ ചിത്രീകരണവും കാണാം. വലതുവശം സൈഡിൽ പിയാത്ത ശില്പവും ഇടതുവശം വിശുദ്ധ ഗീവർഗീസ് സഹദായുടെ തിരുസ്വരൂപവും കാണാം. കൊടിമരം ഏതൊരു ദേവാലയത്തിൻ്റെ മുമ്പിലും നമുക്ക് കാണാം. എന്നാൽ പൂർണ്ണമായും
കരിങ്കല്ലിൽ തീർത്തിട്ടുള്ളതാണ് ഇവിടുത്തെ കൊടിമരം. ഇനി ദേവാലയത്തിന് അകത്ത് പ്രവേശിക്കാം. ദൈവത്തിൻ്റെ ആലയം എത്ര മനോഹരം! സ്വർണവർണ്ണത്തിൽ വിളങ്ങി പ്രഭാപൂരിതമായ പ്രധാന ബലിവേദിയുടെ ദർശനം മനസ്സ് കൂടുതൽ പ്രാർത്ഥനാനിരതമാക്കുന്നു. നിശബ്ദമായി പ്രാർത്ഥിക്കുന്നവരെയും കാണാം. ഒരു രാജകിരീടം പോലെയാണ് പ്രധാന ബലിവേദിയുടെ മുകൾ ഭാഗം രൂപപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ക്രിസ്തുവിൻ്റെ രാജത്വത്തെ ഓർമ്മിപ്പിക്കുന്നു. നടുവിൽ സ്ഥാപിച്ചിട്ടുള്ളത് മറ്റു കുരിശുകളിൽ നിന്നും വ്യത്യസ്തമായി ട്രിനിറ്റി ക്രോസാണ്. ഇതിൻ്റെ പ്രത്യേകത നമുക്ക് പിന്നീട് തിരിച്ചറിയാം. കുരിശിനു താഴെ സക്രാരിക്ക് പകരം വിശുദ്ധ ഗ്രന്ഥത്തിലെ വാഗ്ദാന പേടകത്തിൻ്റെ മാതൃകയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇതും വിശദമായി പിന്നീട് നമുക്ക് തിരിച്ചറിയാം. വിശുദ്ധ ക്ലേലിയുടെ തിരുശേഷിപ്പും ഇവിടെ കാണാം. ബലിവേദിയുടെ വലതുവശം പരിശുദ്ധ മാതാവിൻ്റെ തിരുസ്വരൂപം. ഇടതുവശം വിശുദ്ധ യൗസേപ്പിതാവിൻ്റെ രൂപം. അനുദിനം ബലിയർപ്പിക്കപ്പെടുന്ന ഇവിടുത്തെ അൾത്താര. ബലിവേദിയുടെ ഇടതുവശം വിശ്വാസികൾ നിൽക്കുന്നതിനോട് ചേർന്ന് വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ തിരുസ്വരൂപം. മുകളിൽ ക്രിസ്തുവിൻ്റെ കരുണയുടെ ചിത്രവും കാണാം. വലിയ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ നിരവധി ആളുകൾ ഇവിടെ വിശുദ്ധനോട് മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കുന്നതും പതിവ്. വലതുവശത്തെ പ്രത്യേകത യുവാവായ യേശു തൻ്റെ മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന തിരുസ്വരൂപമാണ്. മറ്റൊരു ദേവാലയത്തിലും ഇത്തരം ഒരു തിരുസ്വരൂപം ഞാൻ കണ്ടിട്ടില്ല. മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കണം എന്നൊരു സന്ദേശം കൂടി ഈ തിരുസ്വരൂപം നമ്മോട് പറയുന്നുണ്ട്. മുകളിൽ നിത്യസഹായ മാതാവിൻ്റെ ചിത്രവും കാണാം. നൂറ്റാണ്ടുകളുടെ ചരിത്രവും പാരമ്പര്യവും പേറുന്ന ഈ അഴീക്കൽ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രാർത്ഥനയുടെ വലിയ ആത്മീയ ചൈതന്യമാണ്. നാടിൻ്റെ നാനാഭാഗത്തു നിന്നും വിശുദ്ധ സെബസ്റ്റ്യാനോസിൻ്റെ മധ്യസ്ഥം തേടി അനേകർ ഇവിടെ കടന്നുവരുന്നു. വസൂരി, പഞ്ഞം, പട, വസന്ത, സാംക്രമിക രോഗങ്ങളിൽ നിന്നും വിശുദ്ധൻ തങ്ങളെ കാത്തു പരിപാലിക്കും എന്ന വലിയ വിശ്വാസമാണ് ഇവരെ ഓരോരുത്തരെയും ഈ ദേവാലയത്തിൽ പ്രാർത്ഥനാനിരതരാക്കുന്നത്.
പരിശുദ്ധ മാതാവിൻ്റെയും ഈശോയുടെയും നിരവധി വിശുദ്ധരുടെയും ജീവിതാനുഭവങ്ങളിലൂടെ നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മനോഹരമായ ഒരു മരിയൻ ഗാലറി സെനാക്കിൾ മാളികമുറി എന്ന പേരിൽ ഈ ദേവാലയത്തിൻ്റെ ഉൾവശം മുകളിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഓരോ സന്ദർശകനും വലിയ ദൈവാനുഭവം നൽകും വിധമാണ്. നമുക്കത് വിശദമായി പിന്നീട് കാണാം. അതിപുരാതനമായ ഒരു ചരിത്ര പാരമ്പര്യമുണ്ട് ഈ ദേവാലയത്തിന്. 16-ാം നൂറ്റാണ്ടിൽ അഴീക്കൽ തുറമുഖവുമായി ബന്ധപ്പെട്ട് വ്യാപാരം ചെയ്തിരുന്ന പോർച്ചുഗീസുകാരാണ് ഇവിടുത്തെ ആദ്യത്തെ ദേവാലയം സ്ഥാപിച്ചതെന്നാണ് ചരിത്രം പറയുന്നത്. അഴീക്കൽ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ നാമധേയത്തിലുള്ള ദേവാലയം കൊല്ലം രൂപതയിലെ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ദേവാലയമാണ്. പണ്ട് പോർച്ചുഗീസുകാർ വന്ന് നിർമ്മിച്ച ദേവാലയം. ഈ ദേവാലയത്തിൻ്റെ പശ്ചാത്തലമായിട്ട് നിൽക്കുന്ന, ഈ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കുടുംബങ്ങളിലെ ഓരോ കുടുംബങ്ങളിലെയും പേരുകളും അല്ലെങ്കിൽ അതിൻ്റെ സർനെയിമുകളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം പോർച്ചുഗീസ് ബന്ധമുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനെക്കുറിച്ച് ചരിത്രപരമായിട്ട് പഠിച്ചിട്ടുള്ള വ്യക്തികൾ പറയുന്നത് ഈ ഭാഗത്തുള്ള കരുനാഗപ്പള്ളി ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തലപ്പള്ളിയായിരുന്നു അഴീക്കലെന്നും, അഴീക്കലിൽ നിന്നും പിന്നീട് മാറി രൂപീകരിക്കപ്പെട്ടതാണ് മറ്റെല്ലാ ഇടവകളെന്നുമാണെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കടലെടുത്ത് പോയി എന്ന് പറയപ്പെടുന്ന 1809 ആദ്യ ദേവാലയത്തോടനുബന്ധമായിട്ട് വലിയൊരു വൈദിക മന്ദിരം തന്നെ ഉണ്ടായിരുന്നു. മിഷണറീസ്, ഒരുപക്ഷെ മിഷണറിമാരായിട്ടുള്ള വൈദികർ ഒരുമിച്ച് താമസിച്ചിരുന്ന ഒരു ആശ്രമം പോലെ ആയിരുന്നിരിക്കണമെന്നാണ് ചിന്തിക്കുന്നത്. അക്കാലത്ത് കടൽ എടുത്തുപോയി എന്ന് പറയപ്പെടുന്ന പുരാതന ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത് ഇന്ന് കാണുന്ന ഈ കടൽക്കരയിൽ നിന്നും 3 മൈൽ അകലെ കടലിലായിരുന്നുവെന്നാണ് ചരിത്രകാരന്മാർ സൂചിപ്പിക്കുന്നത്. നൂറ്റാണ്ടുകളുടെ കടന്നുപോക്കിൽ കടൽ എത്ര കരയെടുത്തുവെന്നും നാം ചിന്തിക്കാൻ ഇത് വഴിയൊരുക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ നൽകിയ പേരാണ് ഐബിക്ക എന്നത് ഇപ്പോൾ അഴീക്കലായി പരിണമിച്ചത്. പോർച്ചുഗീസുകാർ തന്നെയാണ് ആദ്യത്തെ ദേവാലയം പണിതതും അത് പിന്നീട് കടൽക്ഷോഭത്താൽ നശിച്ചു പോവുകയും 1809 രണ്ടാമത്തെ ദേവാലയം പണിതുയർത്തുകയും ആ ദേവാലയം പിൽക്കാലത്ത് കടലെടുത്ത് പോയതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നീട് ഇപ്പോൾ നിലനിൽക്കുന്ന ദേവാലയത്തിന് മുന്നോടിയായിട്ടുണ്ടായിരുന്നൊരു ദേവാലയം കായലിൻ്റെ തീരത്തായിട്ട് രൂപീകരിക്കപ്പെട്ടത്. രണ്ടാമത്തെ ദേവാലയം സ്ഥാപിതമായി എന്ന് പറയപ്പെടുന്നത് കടൽക്കരയിൽ ഈ കാണുന്ന സ്ഥലത്താണ്. ആ ദേവാലയം നശിച്ചതിന് ശേഷമാണ് മൂന്നാമത്തെ ദേവാലയം സ്ഥാപിതമാകുന്നത്. തുടർന്ന് 1913 കൊല്ലം രൂപതയുടെ തദ്ദേശീയ പ്രഥമ മെത്രാനായിരുന്ന ജെറോം തിരുമേനിയാണ് മൂന്നാമത്തെ ദേവാലയം പണിതുയർത്തുന്നത്. അത് ജർമ്മൻ മിഷണറി ആയിരുന്ന പയസ് അറക്കലിൻ്റെ സഹായത്തോടെ മലയാളി വൈദികനായിരുന്ന ഹിക്മാൻ്റെ കുടുംബ വീട് രൂപമാറ്റം വരുത്തി ദേവാലയമായി പണിത് അത് വിശ്വാസ സമൂഹത്തിന് സമർപ്പിക്കുകയായിരുന്നു. മൂന്നാമത്തെ പള്ളി സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഈ കപ്പേള സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ പ്രധാന റോഡിനോട് ചേർന്നാണിത്. നിലവിലെ ഈ ദേവാലയത്തിന് മുമ്പ് 1978 ഉണ്ടായിരുന്ന നാലാമത്തെ പള്ളിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഇടവക സമൂഹത്തോടൊപ്പം ചേർന്ന്
നേതൃത്വം നൽകിയത് അന്നത്തെ അഴീക്കൽ വികാരിയും പിന്നീട് രൂപതാ വികാരി ജനറലുമായിരുന്ന ചാൾസ് എം ഫെർണാണ്ടസ് അച്ഛനായിരുന്നു. ദേവാലയം കൂദാശ കർമ്മം നിർവഹിച്ചത് കാലം ചെയ്ത കൊല്ലം രൂപതയുടെ പ്രഥമ തദ്ദേശീയ മെത്രാൻ 2019 ദൈവദാസനായി പ്രഖ്യാപിക്കപ്പെട്ട അഭിവന്യ ജെറോം എം ഫെർണാണ്ടസ് തിരുമേനിയുമാണ്. ആ ദേവാലയം 2004 സുനാമിയിൽ വളരെയേറെ കേടുപാടുകൾ സംഭവിച്ചു എങ്കിലും 2015 വരെ തിരുക്കർമ്മങ്ങൾ അവിടെ തന്നെ നടത്തുകയുണ്ടായി. എന്നിരുന്നാൽ 2008 ഇവിടെ ആ പള്ളിയിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഷൈജിൻ അച്ഛൻ്റെ മനസ്സിലുദിച്ചതാണ് പുതിയ ഒരു ദേവാലയം എന്നുള്ളത്. കാരണം ഈ അഴീക്കൽ ഇടവകയുടെ ജനങ്ങളെ ഉൾക്കൊള്ളുവാൻ വേണ്ടി മാത്രം പരിമിതി ആ പള്ളിക്ക് ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ ഇടപെടൽ കൊണ്ടായിരിക്കണം 2015 പുതിയ ദേവാലയത്തിനായി കല്ലിടുകയും തുടർന്ന് ഇത്രയും നാളത്തെ പരിശ്രമം കൊണ്ടായിരിക്കണം 2022 ജനുവരി 14 ഇത്ര മനോഹരമായ ഈ ദേവാലയം ദൈവം നമുക്ക് കനിഞ്ഞു നൽകിയത്. മറ്റ് ദേവാലയങ്ങളിൽ നിന്ന് വ്യത്യസ്തത ഉണ്ട് എന്ന് എടുത്തു പറയാവുന്ന, അഭിമാനത്തോടുകൂടി എടുത്തു പറയാവുന്ന ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ദേവാലയമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടതും ആശീർവദിക്കപ്പെട്ടതും. വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ വലിയ അനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഈ വിശുദ്ധ ദേവാലയം ഇന്ന് അനേകം വിശ്വാസികളുടെ സന്ദർശന കേന്ദ്രമായി മാറിയിരിക്കുന്നു. അനേകർ തീർത്ഥാടകരായി വന്നു ചേരുന്നത് ഞാനും കണ്ടു. വെള്ളിയാഴ്ചകളിൽ വൈകിട്ട് നടത്തപ്പെടുന്ന ദേവാലയ മധ്യസ്ഥൻ വിശുദ്ധ സെബസ്റ്റ്യാനോസ് സഹദായുടെ നൊവേനയിലും നിരവധി പേർ പങ്കെടുത്ത് അനുഗ്രഹം സർവ്വനന്മകളുടെയും നിക്ഷേപമായ ദിവ്യ ഈശോയെ, അനന്തഭക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടി അങ്ങേ ഞങ്ങൾ സ്തുതിച്ച് ആരാധിക്കുന്നു. മഹത്വമുള്ള വേദസാക്ഷിയും തീഷ്ണത നിറഞ്ഞ ആത്മായ പ്രേക്ഷിതനുമായ വിശുദ്ധ സെബസ്റ്റ്യാനോസിനെ ഞങ്ങൾക്ക് മധ്യസ്ഥനായി നൽകിയതിനെ ഓർത്ത് അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. നന്ദിഹീനരായ മനുഷ്യരെ അങ്ങേ അളവറ്റ സ്നേഹത്തെ അവഗണിച്ച് അങ്ങേക്കെതിരായി തെറ്റ് ചെയ്തതിനെയും അങ്ങേ നാമത്തെ നിന്ദിക്കുന്നതിനെയും ഓർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. പാപികളുടെ മാനസാന്തരം ആഗ്രഹിക്കുന്ന ദിവ്യരക്ഷക, ഇതാ ഞങ്ങൾ അങ്ങേ പക്കലേക്ക് പിന്തിരിഞ്ഞു വരുന്നു. വഴുതിയേറ്റ ആട്ടിൻകുട്ടിയെ അന്വേഷിക്കുന്ന ദിവ്യതയാ, ദൂതനായ മകനെ വാത്സല്യത്തോടെ കഴുകുന്ന നല്ല പിതാവേ, ഞങ്ങളെ കൈവിടാതെ അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. നന്ദിഹീനരായ ഞങ്ങൾക്ക് വേണ്ടി തിരുഹൃദയം ഉറപ്പെടാൻ തിരുമനസ്സായ അങ്ങേ സ്നേഹത്തെയും കരുണയെയും കുറിച്ച് പാപദുർഗുണങ്ങൾ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധമാക്കി അങ്ങേ മാത്രം സ്നേഹിപ്പാനും അങ്ങേക്ക് പ്രിയമുള്ള മക്കളായിരിക്കാനും കൃപ ചെയ്യണമേ. സ്നേഹപിതാവേ, വിശുദ്ധ സെബസ്റ്റ്യാനോസ് വഴിയായി ഞങ്ങൾ അർപ്പിക്കുന്ന പ്രാർത്ഥന അങ്ങ് കരുണാപൂർവ്വം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നർബോന എന്ന നഗരത്തിൽ ജനിച്ച് വീരോചിതമായ വിശ്വാസ ജീവിതം നയിക്കുകയും ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് അനേകായിരങ്ങളെ സത്യവിശ്വാസം ഉറപ്പിച്ച് കഠിനമായ പീഡനങ്ങൾ സഹിച്ച് രക്തസാക്ഷ്യം ചൂടിയ വിശുദ്ധ സെബസ്റ്റ്യാനോസേ, പാപികളും രോഗികളുമായ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സത്യവിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ച് ബന്ധജീവിതം നയിക്കുന്ന ഞങ്ങളുടെ ഉദാസീനത ഞങ്ങൾ മനസ്സിലാക്കുന്നു. പാപ സാഹചര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുമാറി വിശ്വാസ ജീവിതം നയിക്കുന്നതിന് വേണ്ട അനുഗ്രഹം അങ്ങയുടെ പ്രാർത്ഥന വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. പിശാചിന്റെ ഉപദ്രവങ്ങളിൽ നിന്നും സാംക്രമിക രോഗങ്ങളിൽ നിന്നും ഞങ്ങൾ രക്ഷ പ്രാപിക്കുന്നതിനുള്ള അനുഗ്രഹം അങ്ങ് വഴിയായി ഞങ്ങൾക്ക് ലഭിക്കുവാൻ പ്രാർത്ഥിക്കണമേ. ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും നാടിനെയും സാംക്രമിക രോഗങ്ങളിൽ നിന്നും അങ്ങേ മധ്യസ്ഥതാൽ കാത്തുപാലിക്കണമേ. പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഈ അനുഗ്രഹങ്ങൾ, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾ മൗനമായി നമുക്ക് വിശുദ്ധൻ്റെ മാധ്യസ്ഥയിൽ കർത്താവിന് സമർപ്പിക്കാം. ദേവാലയ സന്ദർശനത്തിനിടയിൽ ഇവിടുത്തെ കൊച്ചു ഗായക സംഘത്തിൻ്റെ ഒരു ലത്തീൻ ഗാന പരിശീലനവും ഞാൻ കണ്ടു.
ആത്മീയ നിറവിൻ്റെ കാഴ്ചകൾ ഇനിയും ബാക്കിയാണ് ഈ അഴീക്കൽ ദേവാലയത്തിൽ. കൂടുതൽ കാഴ്ചകളും ചരിത്രവും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാത്തിരിക്കുക ദേവാലയങ്ങളിലൂടെ. നിങ്ങളുടെ ദേവാലയങ്ങളെ ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തുന്നതിന് വിളിക്കേണ്ട നമ്പർ 0480 2700 893 860 642 0099.